2020 ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്ത എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാം തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി. ഭരണം പിടിച്ചു തന്നെയാണ്. കാരണം അത് പലരും അത്ഭുതത്തോടെ കാണുന്ന ഇപ്പോഴുമുണ്ട്. ചില ആൾ കളിയാക്കിയൊക്കെ പറയും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അതൊക്കെ ആദ്യഘട്ടം മുതൽ ഉറപ്പായും വരും എന്ന് പറഞ്ഞ അപൂർവം ചില ആളുകളിലൊന്ന് നമുക്കൊപ്പം നിൽക്കുന്ന മേയർ വി രാജേഷാണ്. അദ്ദേഹം വളരെ കൃത്യമായി ആദ്യം തൊട്ട് പറയുമായിരുന്നു ബി.ജെ.പി. തന്നെ ഇത്തവണ നഗരം പിടിക്കുമെന്നുള്ളത്. എന്താണ് മാറാത്തതിന് മാറും, അതാണ് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ടാഗ് ലൈൻ. എങ്ങനെയാണ് നഗരത്തിന്റെ മാറ്റം ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ പോകുന്നത്? വിശ്വാസം വരാത്ത കുറച്ചുപേരോട് ഇനിയുണ്ട്. പിന്നെ അത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടിയ ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴേക്കും അവരുടെ ആവശ്യങ്ങൾ, അവർ പറയുന്ന ആവശ്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന്, തിരുവനന്തപുരത്തിന്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച്, നമ്മുടെ നാടിന് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഇതിന്റെ ഒരു അവസ്ഥയുണ്ട്, അതിനെക്കുറിച്ച് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് ഞാൻ ഒരൊറ്റ പോയിന്റ് മാത്രം പറയാം. ഇപ്പോൾ എയർപോർട്ട്, സീപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വേണമെങ്കിൽ നമുക്ക് IT മേഖലയോട് പറയാം. ഇത്രയും ഒരു ചുറ്റളവിലുള്ള സ്ഥലം ലോകത്ത് അപൂർവമാണ്. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ചെന്നൈ എടുത്താൽ, ബാംഗ്ലൂർ എടുക്കട്ടെ, ഡൽഹി ആയിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, എയർപോർട്ട് ഒരു 30-35 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങനത്തെ പദ്ധതികൾ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിലെത്താം. ദെൻ സീപോർട്ടായി. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് നമ്മൾ നോക്കിയാൽ കാണാം. എയർപോർട്ടിൽ തൊട്ടടുത്താണ് IT പാർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തിന് അനന്തമായ സാധ്യതകളുണ്ടെന്നും ഇതിന്റെ പൊട്ടൻഷ്യൽ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തെടുത്ത് നോക്കിയാലും, ഞാൻ നല്ലൊരു പരിപാടി അറ്റൻഡ് ചെയ്ത് പിള്ള സാറിനോട്, നമ്മുടെ മയോ ക്ലിനിക്കിലെ പിള്ള സാർ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിവെന്റീവ് ഓങ്കോളജി സബ്മിറ്റിന്റെ ജനുവരി നടക്കാൻ പോകുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഹയാത്തിൻ്റെ പരിപാടി ഒന്ന് അറ്റൻഡ് ചെയ്തു ഞാൻ ഇന്നലെ. അപ്പോൾ അങ്ങനെ ഏത് മേഖല എടുത്താലും നമ്മുടെ മലയാളികളുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർ പല മേഖലകളിലുണ്ട്. അപ്പം നമ്മുടെ നാടിന്റെ പൊട്ടൻഷ്യൽ അപാരമാണ്. അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ലോകത്ത് ഏറ്റവും മികച്ച ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഉണ്ട്. ഞങ്ങളുടെ 35 ജനപ്രതിനിധികൾ, കോർപ്പറേഷനിലുണ്ടായിരുന്ന ജനപ്രതിനിധികൾ കഴിഞ്ഞ 5 വർഷം വളരെ ചടുലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ജനങ്ങളോട് പറഞ്ഞപ്പോഴേക്കും ജനങ്ങൾ ഞങ്ങൾക്ക് ഭരിക്കുവാനുള്ള ഒരു അവസരം നൽകുമെന്നുള്ള കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് അരുണൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ അരുണ ഇപ്പോഴും ഞങ്ങൾ ഭരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. ഈ 45 വർഷത്തെ ഭരണം നമ്മൾ കണ്ടതാണ്. ഒരുപാട് മാറ്റം വരുമെന്ന് പറഞ്ഞതുമാണ്. പക്ഷെ ഒന്നും ആ രീതിയിൽ വന്നിട്ടില്ല. എങ്ങനെയാണ് ഈ 45 വർഷം മാറാത്തത്? 40 ദിവസം കൊണ്ട്, 40 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വരുമെന്നുള്ളതാണ് ബി.ജെ.പിയുടെ പ്രഖ്യാപനം. അല്ല, അതെങ്ങനെയാണ് ആ മാറ്റം 45 വർഷം മാറാത്തത് 40 ദിവസം കൊണ്ട് മാറുമെന്ന് തോന്നുന്നത്? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. മുൻപ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ ഒന്നും ചെയ്തില്ല, എല്ലാം തെറ്റാണ്, അങ്ങനെയുള്ള അഭിപ്രായം ഒന്നുമില്ല. അങ്ങനെയുള്ള യാതൊരു ചിന്താഗതിയോ അഭിപ്രായമോ അതിലെല്ലാം തന്നെ തിരുത്തേണ്ടതാണ്, അങ്ങനെ യാതൊരു അഭിപ്രായമില്ല. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ആത്മാർത്ഥമായി ചെയ്ത ഒരുപാട് മുന്നേറ്റങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കേരളത്തിലാണെങ്കിൽ പോലും കഴിഞ്ഞ 2014 ശേഷം ഈ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റം ബോധ്യപ്പെട്ട ജനത ഞങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. ഇതിനെ ഞങ്ങൾ കൃത്യമായിട്ട് പരിപാലിച്ച് അധികാരത്തിന്റെ ഒരു ഇതിലൊന്നും പെടാതെ, ഒരു ലഹറിലൊന്നും പെടാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവുമുണ്ട്. ഈ ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള സ്ഥലങ്ങളിലാണ് ബി.ജെ.പിയുടെ വലിയ വികസനങ്ങൾ. അതുകൊണ്ട് എല്ലായിടത്തും ബി.ജെ.പി. സംസ്ഥാന സർക്കാർ വരട്ടെ എന്നാണ് എല്ലായിടവും ബി.ജെ.പി. പറയുന്നത്. കേരളത്തിൽ എന്തായാലും അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന കാര്യം സംശയമുണ്ട് ഇപ്പോൾ ഈ അടുത്ത് തന്നെ. അപ്പൊ എങ്ങനെയാണ് നഗരസഭയിൽ ഭരിക്കുന്നത്? ഇപ്പോൾ CPM ആണ്, ഇടതുമുന്നണിയാണ്. അടുത്ത തവണ ആര് വരുമെന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളും അല്ലെങ്കിൽ മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് മറ്റൊരു പാർട്ടി ഭരിക്കുമ്പോൾ, മറ്റൊരു മുന്നണി ഭരിക്കുമ്പോൾ ബി.ജെ.പിക്ക് ഈ നഗരം മാത്രം മികച്ചപ്പെട്ടതാക്കാൻ കഴിയും? അങ്ങനൊരു പരസ്പര വൈരുദ്ധ്യം ഉണ്ടാവുകയും? ഒരു വൈരുദ്ധ്യം ഉണ്ടാവില്ല. കാരണം എന്നോട് പലരും ചോദിച്ചു, പ്രതിപക്ഷത്ത് വന്നിരിക്കുന്നത് മുൻ മേയറുണ്ട്, മുൻ ഡെപ്യൂട്ടി മേയറുണ്ട്, മുൻ MLA ഉണ്ട്, ഏറ്റവും ശക്തരായിട്ടുള്ള LDFന്റെയും UDFന്റെയും നേതാക്കന്മാർ അപ്പുറത്ത് പ്രതിപക്ഷത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരാളുടെ ഭൂരിപക്ഷമാണുള്ളത്, അതും ഒരു സ്വതന്ത്രന്റെ. എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകാൻ? ഞാൻ പറഞ്ഞു, അതാണ് ആത്മവിശ്വാസം നൽകുന്നത്. കാരണം മുൻ മേയർ, മുൻ ഡെപ്യൂട്ടി മേയർ, മുൻ MLA ഒക്കെ ഉള്ളപ്പോൾ ഗൗരവമായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന നേതാക്കന്മാർ ഉള്ളത്, കരുത്തുള്ള പ്രതിപക്ഷമുള്ളത് ഞങ്ങളെ കൂടുതൽ വിജിലന്റാക്കും. ഞാൻ ഓർക്കുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് ഒരിക്കൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2 സീറ്റിന്റെ ഭൂരിപക്ഷം ഉണ്ട്. M. വിജയകുമാർ സാറും K. രാജൻ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് ഉമ്മൻചാണ്ടി സാറിനോട് പലരും ചോദിച്ചു, ഈ ഗവൺമെന്റ് എപ്പോഴും നിലംപതിക്കാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്,
ഒരിക്കലുമില്ല. ഏറ്റവും ശക്തമായ ഗവൺമെന്റ് ആയിരിക്കും. കാര്യം ഞങ്ങളുടെ ആൾക്കാർ എപ്പോഴും വിജിലന്റ് ആയിരിക്കും. അന്ന് സാറ് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആ ഗവൺമെന്റ് 5 വർഷവും ഭരിച്ചു. ഇപ്പൊ നെയ്യാറ്റുകര ഉപതെരഞ്ഞെടുപ്പൊക്കെ വന്നെങ്കിലും ആ ഗവൺമെന്റ് ഒരു ബുദ്ധിമുട്ടില്ലാതെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് 5 വർഷവും ഭരിച്ചു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കരുത്തരായ നേതാക്കന്മാർ അപ്പോൾ അവിടെ ഉള്ളപ്പോൾ അവർ ശക്തമായ വിഷയങ്ങൾ ഉന്നയിക്കും. അപ്പൊ ജനാധിപത്യം കൂടുതൽ ഒരു നഗരസഭയ്ക്കകത്ത് ചർച്ച ചെയ്യും. ചർച്ചയുടെ നിലവാരം മാറും. ഒരു ആവറേജിൽ നിന്നും കുറച്ചുകൂടി ഇപ്പൊ ശബരിനാഥ് ഇടപെടുന്നു, ദീപക് ഇടപെടുന്നു, മുൻ മേയർ ശ്രീകുമാർ ഇടപെടുന്നു, ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ ഇടപെടുന്നു, ശിവജി ഇടപെടുന്നു. ഇവരൊക്കെ തന്നെ വളരെ എന്നെക്കാൾ കൂടുതൽ പാർലമെന്ററി പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരൊക്കെ കൃത്യമായിട്ട് പഠിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കും. ബഡ്ജറ്റിന് ചർച്ച വരുമ്പോൾ രാഖി രവികുമാറിന് ആധികാരികമായിട്ട് ഇടപെടാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളും പ്രിപ്പയർ ആവേണ്ടി വരും. അങ്ങനെ വരുമ്പോഴേക്ക് വളരെ സജീവമായ ചർച്ചകൾ വരികയും കോർപ്പറേഷനിലെ ഔട്ട്പുട്ട് കുറെ കൂടെ കൂടുകയും ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് എനിക്കുള്ളത്. മറ്റൊന്ന് സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ഞങ്ങൾ യാതൊരു ആശങ്കയുമില്ല. ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിനനുകൂലമായിട്ടുള്ള പ്രതികരണം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ആശയപരമായ വ്യത്യാസ അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റിനോട് ഏത് രീതിയിലുള്ള സമീപനമാണോ അതുപോലെ അതിനേക്കാൾ മികച്ച സഹകരണാത്മക സമീപനമായിരിക്കും ഞങ്ങൾ അദ്ദേഹം അവിടെ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്നത്. മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനോട് നല്ല സമീപനം എന്നാണ് സൂചിപ്പിച്ചത് തോന്നുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ ആശയപരമായി അദ്ദേഹം വ്യക്തമായിട്ട് അവരുടെ നിലപാട് പറയുമ്പോഴും നാടിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ പരമാവധി യോജിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ തന്നെ യോജിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കാര്യത്തിലായാലും ഹൈവേ വികസനത്തിന്റെ കാര്യത്തിലൊക്കെ പോകുന്നു എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും വിജിലന്റായ പ്രതിപക്ഷമുണ്ടാകും, വിജിലന്റായ മാധ്യമങ്ങളുണ്ടാകും. തിരുവനന്തപുരം നഗരത്തിന്റെ കാര്യത്തിൽ വളരെ വിജിലന്റായ തന്നെ ഭരണപക്ഷവും മേയറുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മാറ്റങ്ങൾ നഗരത്തിലുണ്ടാകട്ടെ, ഉയർച്ച മേയർക്ക് ഉണ്ടാകട്ടെ. വളരെ സന്തോഷം, നന്ദി. മേയർ പോകരുത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വി വി. താങ്ക് യു താങ്ക് യു വി വി. ഞങ്ങൾക്ക് ആദരം അർപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണിത്. മേയറായിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇതാ വരുന്നുണ്ട് ഞങ്ങളുടെ വിവേക് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പൊന്നാട് എണീക്കുന്ന നെറ്റ്വർക്ക് ഏജന്റ് മാനേജിംഗ് ഡയറക്ടർ സൗത്ത് ശ്രീ വിവേക് നാരായൺ. Thank you. Thank you. Thank you, sir. Thank you, sir. Congratulations.